CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 5 വർഷത്തെ ജനക്ഷേമ ഭരണത്തിനുള്ള അംഗീകാരമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിജയമെന്ന് UDF. CPM സ്വീകരിച്ച വികസന വിരുദ്ധ സമീപനത്തിന് ജനങ്ങൾ നൽകിയ ശക്തമായ താക്കീതാണിതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വനിതകളെ ഒന്നാകെ അപമാനിച്ച CPM ഏരിയ സെക്രട്ടറി സയ്യിദ് അലി മജീദിനെ തെന്നല പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വനിതാ ലീഗ് നേതാക്കൾ CPM നേതാവിനെതിരെ നിലപാടെടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം നിലനിർത്തിയ UDF വിജയിച്ചത് 2409 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. ആകെയുള്ള 37 സീറ്റുകളിൽ 21 സീറ്റുകൾ നേടിയാണ് UDF അധികാരം ഉറപ്പിച്ചത്. എന്നാൽ പല വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾക്ക് വിജയം നഷ്ടമായത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ നഗരസഭകളിൽ UDF ആധിപത്യം. ജില്ലയിലെ ആകെയുള്ള 505 സീറ്റുകളിൽ 359 എണ്ണവും നേടിയാണ് UDF മുന്നണി വിജയം ഉറപ്പിച്ചത്. LDFന് 124 സീറ്റുകളും NDAക്ക് 18 സീറ്റുകളും ലഭിച്ചു. 4 സീറ്റുകൾ മറ്റു പാർട്ടികൾ നേടി. പൊന്നാനി നഗരം, ഈഴവത്തുരുത്തി വില്ലേജുകൾ ഉൾപ്പെടുന്ന പൊന്നാനി നഗരസഭയിലെ തീരദേശക്കാറ്റ് ഇത്തവണയും ഇടതിന് അനുകൂലമായി വീശി. ഇതോടെ തുടർഭരണവും ജില്ലയിൽ LDFന് കിട്ടിയ ഏക നഗരസഭയുമായി പൊന്നാനി മാറി. ഇടതും വലതും മാറി മാറി ഭരിച്ചിരുന്ന പൊന്നാനി 2020 UDFിൽ നിന്ന് LDF പിടിച്ചെടുക്കുന്നത്. 1995 നഗരസഭ രൂപവൽക്കരണം മുതൽ ഇടതിനൊപ്പം നിന്ന പെരിന്തൽമണ്ണ ഇത്തവണ വലതിലേക്ക് നീങ്ങി. ഇത്തവണ 37 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ 21 വാർഡും നേടി 30 വർഷത്തെ ചരിത്രം UDF തിരുത്തിയപ്പോൾ 16 വാർഡുകളിൽ മാത്രമായി LDF ഒതുങ്ങി. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒരിടത്തും സീറ്റ് പിടിക്കാൻ NDAക്ക് കഴിഞ്ഞില്ല. നിലമ്പൂരിലെ മലയോര ജനതയ്ക്ക് ഇത്തവണ വലതിനോടായിരുന്നു കൂറ്. നേരത്തെ 10 സീറ്റുകൾ മാത്രമായിരുന്ന UDF ഇവിടെ 28 സീറ്റുകൾ നേടി കുതിച്ചുയർന്നു. NDA നിലവിലുണ്ടായിരുന്ന സീറ്റ് നിലനിർത്തി. ഇത്തവണ ആകെ 36 സീറ്റുകളാണ് ഉള്ളത്. തിരൂരങ്ങാടിയിൽ നിലവിലുണ്ടായിരുന്ന സീറ്റുകളിൽ 1 സീറ്റ് അധികം നേടി 34 സീറ്റുകളുമായാണ് ഇത്തവണ UDF ഭരണം നിലനിർത്തിയത്. 2 വാർഡുകൾ സ്വതന്ത്രർ നേടി. നേരത്തെ 39 വാർഡുകൾ ഉണ്ടായിരുന്ന ഇവിടെ 4 വാർഡുകളായിരുന്നു LDFന്. നിലവിൽ 4 സീറ്റുകളും അവർ നിലനിർത്തി. 2015 നഗരസഭ രൂപവൽക്കരണം മുതൽ UDF ഭരിച്ച വളാഞ്ചേരി നഗരസഭയിൽ ഇത്തവണയും ഭരണം നിലനിർത്താൻ മുന്നണിക്കായി. ഇത്തവണ 34 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 27 സീറ്റുകൾ UDF നേടിയപ്പോൾ 7 വാർഡുകൾ LDFനൊപ്പം നിന്നു. കഴിഞ്ഞ തവണ കിട്ടിയ 1 സീറ്റ് നിലനിർത്താൻ NDAക്ക് കഴിഞ്ഞില്ല. തിരൂർ UDF തന്നെ ഭരിക്കും. UDF 31 സീറ്റും LDF 8ഉം BJP നേരത്തെ ഉണ്ടായിരുന്ന 1 സീറ്റും നിലനിർത്തി. UDFന് 10 സീറ്റ് കൂടിയപ്പോൾ LDFന് 8 സീറ്റ് കുറഞ്ഞു. താനൂരിൽ UDFന്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ ഇത്തവണയും NDAക്കും LDFനും കഴിഞ്ഞില്ല. BJP നേരത്തെ ഉള്ള സീറ്റുകളിൽ 1 സീറ്റ് അധികം നേടി 8ലെത്തി. ഇതോടെ ഇത്തവണയും ജില്ലയിൽ BJP പ്രതിപക്ഷത്തിരിക്കുന്ന ഏക നഗരസഭയായി താനൂർ മാറി. മലപ്പുറം നഗരസഭ ഇത്തവണയും UDF നിലനിർത്തി. നേരത്തെ 40 വാർഡുകളിൽ UDF 25, LDF 15 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. നിലവിൽ 38 സീറ്റുകളിൽ UDF കുതിച്ചു കയറിയപ്പോൾ 7 സീറ്റുകളിലേക്ക് LDF ചുരുങ്ങി. നഗരസഭയിൽ ഇത്തവണ 45 സീറ്റുകളാണ് ഉള്ളത്. കൊണ്ടോട്ടിയിൽ ഭരണം നിലനിർത്താൻ UDFനായി. 41 സീറ്റുകളിൽ 34 എണ്ണവും UDFന് കിട്ടിയപ്പോൾ LDF 6ഉം മറ്റുള്ളവർ 1ഉം നേടി. മഞ്ചേരി നഗരസഭയിൽ ഇത്തവണയും UDF ഭരണം തുടരും. 53 സീറ്റുകളിൽ 36 എണ്ണം UDFും LDF 16 സീറ്റും BJP 1 സീറ്റും നേടി. കോട്ടക്കലിന്റെ UDF കോട്ട തകർക്കാൻ ഇത്തവണയും മറ്റു മുന്നണികൾക്കായില്ല. ഇത്തവണ UDF 6 സീറ്റ് അധികം നേടി. LDFന് 3 സീറ്റ് പോയി. NDA 2 സീറ്റ് നിലനിർത്തി. പരപ്പനങ്ങാടിയുടെ തീരദേശ മണ്ണിൽ UDF ഭരണം തുടരും. 29 സീറ്റുകളിൽ നിന്ന് 4 സീറ്റ് അധികം നേടാൻ UDFനായി. CCN മലപ്പുറം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണം നിലനിർത്തിയതിന്റെ ആഹ്ലാദത്തിൽ CPM നേതൃത്വത്തിൽ വിജയാഘോഷ പ്രകടനവും DJയും സംഘടിപ്പിച്ചു.
കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ആശുപത്രി ജംഗ്ഷൻ വരെ നീണ്ടു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികൾ പ്രകടനത്തിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് നിലനിർത്തി LDF. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും LDF നേടിയപ്പോൾ ഇത്തവണ അതിന് UDF തടയിട്ടു. 3 സീറ്റ് പിടിച്ച് കരുത്തുകാട്ടി UDF വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരിച്ചു കയറി. എല്ലാ സീറ്റിലേക്കും മത്സരിച്ചെങ്കിലും NDAക്ക് എവിടെയും ജയിക്കാനായില്ല. 17 ഡിവിഷനുകളുള്ള ബ്ലോക്കിൽ 14 സീറ്റാണ് LDF നേടിയത്. ഇതിൽ 13 സീറ്റിൽ CPM-ഉം 1 സീറ്റിൽ CPI-യും ജയിച്ചു. പേരൂർ വാർഡിൽ മത്സരിച്ച ലക്കിടി പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, വാണിയംകുളം ഡിവിഷനിൽ മത്സരിച്ച വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ എന്നിവർ ജയിച്ചു. 1 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് S-ന്റെ T. സുനിൽ പത്തംകുളം ഡിവിഷനിൽ പരാജയപ്പെട്ടു. ചെറുകോട്, നെല്ലായ, പത്തംകുളം ഡിവിഷനുകളിൽ UDF ജയിച്ചു. ചെറുകോട് ഡിവിഷനിൽ മുസ്ലിം ലീഗിന്റെ CK സിദ്ദിഖ്, നെല്ലായിൽ ലീഗിന്റെ രജിത നായരുപറമ്പിൽ എന്നിവർ ജയിച്ചു. പത്തംകുളത്ത് കോൺഗ്രസിന്റെ മുരളിയാണ് ജയിച്ചത്. NDAയിൽ അമ്പലപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK കുഞ്ഞൻ ചുനങ്ങാട് ഡിവിഷനിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. CPM-ന്റെ രാധാകൃഷ്ണനാണ് ജയിച്ചത്. കോൺഗ്രസിന്റെ T. സുദർശനാണ് 2-ാം സ്ഥാനത്ത്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 16 സീറ്റിലും LDF ആണ് ജയിച്ചത്. CCN ചെർപ്പുളശ്ശേരി. വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഞായറാഴ്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. തട്ടകവാസികളായ നിരവധി ഭക്തർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. രാവിലെ ഗജപൂജയോടുകൂടി പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മുളപൂജ, ഉഷപൂജ, ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, പ്രഭാതകേളി, ഉഷപൂജ, എഴുന്നള്ളിപ്പ്, മേളം, നാദസ്വരം, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, വെള്ളിനേഴി അനിരുദ്ധ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ, ഗീതാഞ്ജലി, വൈകുന്നേരം മുനീശ്വരന് പ്രത്യേക പൂജ, വെള്ളിനേഴി സരസ്വതി വിദ്യാനികേതൻ അവതരിപ്പിച്ച യോഗ ഡാൻസ്, തുടർന്ന് പള്ളിവേട്ട നടന്നു. പഞ്ചവാദ്യം, ഗജവീരൻ, താലം തുടങ്ങിയ അകമ്പടികളോടെ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ചാമക്കുന്ന് ആലിൻചുവട്ടിലേക്ക് പോയി പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തി. കോങ്ങാട് രാധാകൃഷ്ണൻ സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് രാത്രി അന്നദാനം ഉണ്ടായി. ചെത്തല്ലൂർ, ആലിപ്പറമ്പ്, ചാമപ്പറമ്പ്, വെള്ളിനേഴി എന്നീ തട്ടകത്തു നിന്നും നിരവധി പേർ പള്ളിവേട്ട ചടങ്ങിന് എത്തിച്ചേർന്നു. കുളിർക്കാറ്റിൽ മുകി വിളിച്ചിടും ചാരുമോളകളും ചന്തമോടി വാടിലാലസിക്കും ചിത്തമോദം ഇന്നേറ്റം വളർത്തിടുന്നു. മുകി വിളിച്ചിടും ചാരുമോളകളും ചന്തമോടി വാടിലാലസിക്കും ചിത്തമോദം ഇന്നേറ്റം വളർത്തിടുന്നു. CCN ചത്തല്ലൂർ. ഇടതുപക്ഷ സൈബർ ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്ന അൻവർ ഉങ്ങിൻതറ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. ഇടതുപക്ഷത്തിന്റെ സജീവ പ്രചാരകനായിരുന്ന വീരമംഗലം കാടൻതൊടി വീട്ടിൽ 33 വയസ്സുകാരൻ അൻവർ ഉങ്ങിൻതറ അന്തരിച്ചു. നവമാധ്യമങ്ങളിൽ CPM നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് സജീവമായി ഇടപെടുന്ന വ്യക്തിയായിരുന്നു അൻവർ. ഭിന്നശേഷിക്കാരനായ അൻവർ തന്റെ വീൽചെയറിൽ പ്രദേശത്തെ മുഴുവൻ ഇടതുപക്ഷ പരിപാടിയിലും പങ്കാളിയായിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മമ്മിക്കുട്ടി MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. നന്ദകുമാർ, KB സുഭാഷ്, P. സരിൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈകിട്ട് 6-ന് വീരമംഗലം ജുമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. CCN ചെർപ്പുളശ്ശേരി. ഒതുക്കുങ്ങൽ OK ഉസ്താദ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും 18-ന് മലപ്പുറം റോസ് ലോഞ്ചിൽ നടക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 5 വരെ നടക്കുന്ന പരിപാടിയിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ ബുക്കാരി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ സുന്നി മതപണ്ഡിതന്മാരും മഹാഭൂരിഭാഗത്തിന്റെ ഗുരുപരമ്പരയിലെ
ഏറ്റവും വലിയ അതുല്യ പണ്ഡിത പ്രതിഭയാണ് ബഹ്റുൽ ഉലൂം എന്ന നാമകരണം ചെയ്യപ്പെട്ട. ബഹ്റുൽ ഉലൂം എന്ന പദത്തിന്റെ അർത്ഥം വിജ്ഞാന സാഗരം എന്നാണ്. അത് നമ്മുടെ പരിസരത്ത് ഒതുക്കങ്ങൾ ഓക്കെ ഉസ്താദ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും നാളെ ഡിസംബർ 18 വ്യാഴാഴ്ച മലപ്പുറത്ത്, മറ്റന്നാൾ വ്യാഴാഴ്ച മലപ്പുറത്ത് നടക്കുകയാണ്. ഒതുക്കുങ്ങൽ ഓക്കെ ഉസ്താദ് ചരിത്രം ദർശനം എന്ന പ്രമേയത്തിലാണ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതരുടെ ഗുരുവര്യരാണ് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. സ്വാഗത സംഘം ഭാരവാഹികളായ അബ്ദുൽ നാസിർ അഹ്സനി, ഹസൻ ബാക്കവി, ഡോക്ടർ അബ്ദുൽ ഗഫൂർ അസ്ഹരി, OK അബ്ദുൽ ഹമീദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. വനിതകളെ ഒന്നാകെ അപമാനിച്ച CPM ഏരിയ സെക്രട്ടറി സയ്യിദ് അലി മജീദിനെ തെന്നല പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വനിതാ ലീഗ് നേതാക്കൾ CPM നേതാവിനെതിരെ നിലപാടെടുത്തത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഒരു സ്ത്രീകൾക്കും ഒരു നീതിയും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. പിന്നെ അതുപോലെ സ്ത്രീകളെ ഇങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ആരാണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. ഇവിടെ ഒരു മാർച്ച് 8 നമ്മൾ രാത്രി 2 മണി മുതൽ നടന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. മാർച്ച് 8 വനിതാ ദിനം. നമ്മൾ അർദ്ധരാത്രിയിൽ ഇറങ്ങി സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാമെന്ന് പറയുന്ന ആ പാർട്ടിയുടെ, അങ്ങനെ നമ്മളൊരു മാർച്ച് 8 വനിതാ ദിനം നമ്മൾ ആഘോഷിച്ചിരുന്നു. ആ പാർട്ടിയുടെ ആളുകളാണ് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ അവരുടെ മക്കൾക്ക് കിടപ്പറ പങ്കിടാനുള്ളതാണ് അല്ലെ? അങ്ങനെയാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അപ്പുറത്ത് അവർക്ക് മറ്റൊന്നുമില്ല, മറ്റു ഒരു സമൂഹത്തിനോടൊരു ബാധ്യതയില്ല, സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. നല്ല അഭ്യസ്തവിദ്യരായ ആളുകളാണ് കേരളത്തിലെ സഹോദരിമാര് എല്ലാവരും. കേരളം ഒന്നടക്കം അഭ്യസ്തവിദ്യരായ ആളുകളാണ്. അഭ്യസ്തവിദ്യരായ ആളുകൾ അവര് പലതരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയ, പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരായ ആളുകളുണ്ട്. ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഉപയോഗിച്ചിട്ട് അവര് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി ചെയ്യാൻ പോകുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ സ്ഥിതിയിലാണെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടികളും അതായത് ഇത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം മാത്രമാണോ, അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മൊത്തം ഇങ്ങനെയാണോ? കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ എവിടെയും കൊണ്ടുപോവാതെ, അത് പ്രൊഫഷണൽ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആരാണെങ്കിലും ശരി, എവിടെയും വിടാതെ അവിടെ തന്നെ നിർത്തുകയാണോ? ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോക്കൽ ബോഡിയിലേക്ക് മത്സരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള സ്ത്രീകളെ ഒന്നും ഇനി പുറത്തിറക്കില്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കുറച്ചു പേരെങ്കിലും വിജയിച്ചു വന്നിട്ടുണ്ടല്ലോ കേരളത്തില്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ത്രീകളെയും വിജയത്തിനായി വീടുകളിൽ കയറി സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്ന വനിതകളെയും ലക്ഷ്യമിട്ടായിരുന്നു CPM നേതാവിന്റെ വിവാദ പ്രസംഗം. ഇങ്ങനെ പ്രസംഗിച്ചതിന് കേസെടുത്താലും തനിക്ക് പ്രശ്നമില്ലെന്ന അദ്ദേഹത്തിന്റെ പരാമർശം നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും വനിതാ ലീഗ് ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്ത കേരളത്തിൽ ഒരു ഭരണകക്ഷി നേതാവ് പരസ്യമായി സ്ത്രീകളെ അപമാനിച്ചത് ഗുരുതരമായ വിഷയമാണെന്ന് വനിതാ ലീഗ് ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി വാദിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ നാവിൽ നിന്നാണ് ഇത്തരമൊരു നീചമായ പരാമർശം ഉണ്ടായതെന്നും ഇതു സംബന്ധിച്ച് CPM നിലപാട് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, അല്ലെങ്കിൽ കുറെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട് ഇവിടെ. അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനൽ വിജയിച്ചു വന്നിട്ടുള്ള പാർട്ടിയുടെ ആളുകളെ, സ്ത്രീകളെ എന്താണ് ഇവർ ചെയ്യുന്നത്? അവരിനി പൊതുരംഗത്തൊന്നും ഇറക്കാതെ വീട്ടിൽ തന്നെ നിർത്തുകയാണ്? അതോ അവർ പൊതുരംഗത്ത് ഇറക്കിയിട്ട് ആളുകൾക്ക് വേണ്ട സർവീസുകൾ ചെയ്തു കൊടുക്കുക? അങ്ങനെ നടത്തുന്ന സർവീസുകൾക്ക് എന്താണ് അവർ പേര് നിശ്ചയിക്കാൻ പോകുന്നത്? കാഴ്ചവെക്കുക എന്നാണോ? പൊതുജനങ്ങൾക്ക് നടത്തുന്ന, അതായത് സർക്കാരിന്റെ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMന്റെ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോ അതിന് എന്താണ് CPM അർത്ഥമാക്കുന്നത്? പൊതുജനങ്ങളെ അവർക്ക് കാഴ്ചവെക്കുക എന്നാണോ, അല്ലെങ്കിൽ പരപുരുഷന്മാർക്ക് കാഴ്ചവെക്കുക എന്നാണോ? എന്താണ് അവർ അർത്ഥമാക്കുന്നത്? ഇത് CPMന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ
പറയേണ്ട ഉത്തരവാദിത്വമാണ്, ആ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അതിനുണ്ട്. ഞങ്ങളുടെ ആവശ്യം ഈ സയ്യിദ് അലി മജീദ് എന്ന് പറയുന്ന വ്യക്തി, ഏറ്റവും മോശമായ വാക്ക് പ്രയോഗിച്ചിട്ടുള്ള വ്യക്തി, അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി ഈ കേരളത്തിലെ അല്ലെങ്കിൽ തെന്നല പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി ആകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഈ വിജയിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിജയത്തെ അസാധുവാക്കിക്കൊണ്ട് അവിടെ വേറെ തെരഞ്ഞെടുപ്പ് നടത്തണം. വാർത്താ സമ്മേളനത്തിൽ വനിതാ ലീഗ് പ്രസിഡന്റ് KP ജൽസീമിയ, ജനറൽ സെക്രട്ടറി പുൽപ്പാടൻ സക്കീന, വൈസ് പ്രസിഡന്റുമാരായ റംല വാക്കിയത്ത്, നസീബ അസീസ്, ട്രഷറർ യാസ്മിൻ അരിമ്പ്ര എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം നിലനിർത്തിയ UDF വിജയിച്ചത് 2409 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. ആകെയുള്ള 37 സീറ്റുകളിൽ 21 സീറ്റുകൾ നേടിയാണ് UDF അധികാരം ഉറപ്പിച്ചത്. എന്നാൽ പല വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾക്ക് വിജയം നഷ്ടമായത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു. ആകെയുള്ള 37 സീറ്റുകളിൽ 21 സീറ്റുകൾ നേടി UDF അധികാരം ഉറപ്പിച്ചപ്പോൾ LDFിനേക്കാൾ 2409 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നഗരസഭയിൽ UDFന് കൂടുതലായി നേടാനായത്. UDF 17,950 വോട്ടുകളും LDF 15,541 വോട്ടുകളുമാണ് നേടിയത്. NDAക്ക് 579 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. LDFന് ഏറ്റവും വലിയ തിരിച്ചടിയായത് 37ാം വാർഡ് ലെമൺ വാലിയിലെ തോൽവിയാണ്. ഇവിടെ CPM സ്ഥാനാർത്ഥി സജിത വിനോദ് UDFിലെ സബിത സുധീഷിനോട് ഒരൊറ്റ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇതിനു പുറമെ നഗരസഭയിലെ നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷനും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നയാളുമായ K ഉണ്ണികൃഷ്ണൻ 14ാം വാർഡ് കുട്ടിപ്പാറയിൽ UDFിലെ പച്ചേരി സുബൈറിനോട് 7 വോട്ടുകൾക്കും പരാജയപ്പെട്ടു. 25ാം വാർഡിൽ UDFിലെ സുമയ്യ കളപ്പറമ്പിൽ LDFിലെ P സീനത്തിനെ തോൽപ്പിച്ചത് 26 വോട്ടുകൾക്കാണ്. 23ാം വാർഡിലെ C ശ്രീമായയുടെ പരാജയം UDFിലെ തോട്ടശ്ശേരി ഖദീജയോട് 53 വോട്ടുകൾക്കും 31ാം വാർഡ് തോട്ടക്കരയിൽ LDFിലെ ഷൈനി ഷിബ UDFിലെ നിഷ സുബൈറിനോട് തോറ്റത് 53 വോട്ടുകൾക്കുമാണ്. 6ാം വാർഡ് കുളിർമലയിലെ മത്സരം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ നിലാർ മുഹമ്മദിന് പിന്തുണ നൽകാനായി സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച LDFന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 73 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDFിലെ പ്രൊഫസർ നാലകത്ത് ബഷീർ ഇവിടെ വിജയിച്ചു. നഗരസഭയിലെ ആകെയുള്ള 46,139 വോട്ടർമാരിൽ 34,260 പേർ മാത്രമാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. 74.25%. 2020-ൽ 78.64% പേർ വോട്ട് ചെയ്തിരുന്നു. 11,879 പേർ പോളിംഗിൽ നിന്ന് വിട്ടുനിന്നത് പല വാർഡുകളിലെയും ഫലത്തെ സ്വാധീനിച്ചു. നഗരസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് 15ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട UDFിലെ പച്ചേരി സുരയ്യാണ്. LDFിലെ P ഹബീബയെ 527 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരയ്യ പരാജയപ്പെടുത്തിയത്. CCN പെരിന്തൽമണ്ണ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആലിപ്പറമ്പ് പഞ്ചായത്ത് ഭരണം നിലനിർത്തിയ UDF വിജയാഘോഷം സംഘടിപ്പിച്ചു. ആനമങ്ങാട് നിന്നും ആരംഭിച്ച വിജയാഹ്ലാദ ഘോഷയാത്ര തൂതയിൽ സമാപിച്ചു. വിജയത്തിന്റെ പൊൻകൊടി പാടിപ്പിച്ച ഈ നാട്ടിലെ മാന്യ വോട്ടർമാർക്ക് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ ആകെയുള്ള വാർഡുകളിൽ UDF 18 വാർഡുകൾ നേടിയാണ് വിജയം ഉറപ്പിച്ചത്. LDFന് 6 വാർഡുകൾ മാത്രമാണ് നേടാനായത്. ഘോഷയാത്രയിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും UDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളും വാദ്യമേളങ്ങളുമായി മുന്നോട്ടു പോയി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഡിസംബർ 21 ഞായറാഴ്ച നടക്കും. CCN പെരിന്തൽമണ്ണ. കഴിഞ്ഞ 5 വർഷത്തെ ജനക്ഷേമ ഭരണത്തിനുള്ള അംഗീകാരമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിജയമെന്ന് UDF. CPM സ്വീകരിച്ച വികസന വിരുദ്ധ സമീപനത്തിന് ജനങ്ങൾ നൽകിയ ശക്തമായ താക്കീതാണിതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേകത, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF തീരുമാനിച്ചതും പ്രവർത്തിച്ചത്. പക്ഷേ LDF ഭരണപരമായ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി, സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് വലിയ തോതിൽ സാമ്പത്തികമായി സഹായം ചെയ്തുകൊണ്ട് വോട്ട് വിലക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന LDFിൻ്റെ മെമ്പർമാർ 5 വർഷവും ഉന്നയിക്കാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉന്നയിച്ചത്.
അത് കേവലം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു. ഭരണസമിതിയിലുണ്ടായിരുന്ന ചില ഭാരവാഹികളെ പ്രത്യേകമായി ഉന്നം വെച്ചുകൊണ്ട് വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയൊക്കെ ഇടതുപക്ഷം വളരെ തരംതാണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങൾ നൽകിയ അതിശക്തമായ വിയോജിപ്പും അവരുടെ പ്രതികരണവുമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രകടമായത്. UDF ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച വിവരങ്ങൾ സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ തെളിവാണ് ഈ വിജയം. CPM സ്വീകരിച്ചത് അവസരവാദ സമീപനമായിരുന്നു. കഴിഞ്ഞ 5 വർഷവും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉന്നയിച്ചത്. ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് 5 വർഷത്തിനിടയിൽ CPM ആർക്കും ഒരു പരാതിയും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഴിമതി ആരോപണം തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. വ്യക്തിപരമായ ആക്ഷേപങ്ങളും പണം കൊടുത്തു വോട്ട് വാങ്ങി ജനാധിപത്യം പണാധിപത്യത്തിന് വഴിമാറ്റാനുമാണ് CPM ശ്രമിച്ചതെങ്കിലും അത് വിജയിച്ചില്ലെന്നും UDF നേതൃത്വം അഭിപ്രായപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, LDFന്റെ കൈവശമുള്ള സീറ്റുകൾ UDF തിരിച്ചു പിടിക്കും. എന്നാൽ LDFന് അവരുടെ കൈവശമുള്ള സീറ്റുകൾ നിലനിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ UDFന്റെ സ്വപ്നമാണെന്നും സ്വപ്നം കാണാനൊക്കെ ഉള്ള അവകാശവും അധികാരവും എല്ലാവർക്കും ഉണ്ട് എന്ന രൂപത്തിൽ പരിഹസിക്കാനാണ് CPM ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഈ പഞ്ചായത്ത് സംവിധാനം തുടങ്ങിയ കാലം മുതൽ അവർ കൈവശം വെച്ച് പോന്നിരുന്ന നിരവധി വാർഡുകൾ UDF തിരിച്ചു പിടിക്കുകയുണ്ടായി. 5 വാർഡുകളാണ് LDFന്റെ കൈവശം ഉണ്ടായിരുന്നത് UDF തിരിച്ചു പിടിച്ചത്. ഒരു അട്ടിമറി വിജയമാണ് UDF പഞ്ചായത്തിൽ നേടിയത്. കഴിഞ്ഞ 5 വർഷം 13 അംഗങ്ങളെ കൊണ്ട് ഭരിച്ചിരുന്ന ജനാധിപത്യ മുന്നണി ഇപ്പോൾ 17 അംഗങ്ങളെയും കൊണ്ട് ഭരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രാതിനിധ്യം വളരെ വലിയ തോതിൽ ഉയർത്താൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 5 വർഷത്തെ ജനക്ഷേമ ഭരണത്തിനുള്ള അംഗീകാരമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിജയമെന്ന് UDF. CPM സ്വീകരിച്ച വികസന വിരുദ്ധ സമീപനത്തിന് ജനങ്ങൾ നൽകിയ ശക്തമായ താക്കീതാണിതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വനിതകളെ ഒന്നാകെ അപമാനിച്ച CPM ഏരിയ സെക്രട്ടറി സയ്യിദ് അലി മജീദിനെ തെന്നല പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വനിതാ ലീഗ് നേതാക്കൾ CPM നേതാവിനെതിരെ നിലപാടെടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം നിലനിർത്തിയ UDF വിജയിച്ചത് 2409 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. ആകെയുള്ള 37 സീറ്റുകളിൽ 21 സീറ്റുകൾ നേടിയാണ് UDF അധികാരം ഉറപ്പിച്ചത്. എന്നാൽ പല വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾക്ക് വിജയം നഷ്ടമായത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.